കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. സ്കന്ദഷഷ്ഠി, തുലാമാസത്തിലെ ഷഷ്ഠി വളരെ വിശേഷമാണ്. പലരും ആ ഷഷ്ഠി എടുക്കാറുണ്ട്. പക്ഷേ സ്കന്ദഷഷ്ഠി വളരെ ശ്രേഷ്ഠതയേറിയ ഒരു വ്രതമാണ്. നമ്മൾ മക്കളുടെ ഗുണത്തിന് വേണ്ടിയും സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയും നമ്മളുടെ കുടുംബ ഐശ്വര്യത്തിന് വേണ്ടിയൊക്കെ സ്ത്രീകൾ നോൽക്കുന്നൊരു വ്രതമാണ് സ്കന്ദഷഷ്ഠി. അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ കാര്യങ്ങളും നമ്മളെല്ലാം ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരു വർഷക്കാലത്തോളം നമ്മൾ 12 മാസക്കാലം ഷഷ്ഠി നോറ്റാൽ അതിൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. ഈ വരുന്ന നവംബർ 20 അതായത് വൃശ്ചികം 5. നവംബർ 20 എന്ന് പറഞ്ഞാൽ വൃശ്ചികം 5 സ്കന്ദഷഷ്ഠിയുടെ ദിവസം. വൃശ്ചികം 5 നവംബർ 20 അന്ന് നമ്മുടെ വ്യാഴം മാറുന്ന ദിവസവും കൂടിയാണ്. സൂര്യോദയാൽ പരം 6 നാഴിക ഷഷ്ഠിയുള്ള ദിവസമാണ് നമ്മൾ വ്രതമായിട്ട് എടുക്കേണ്ടത്. സൂര്യൻ ഉദിച്ച് 6 നാഴിക ഷഷ്ഠി വരുന്ന ദിവസമാണ് നമ്മൾ വ്രതമായിട്ട് സ്കന്ദഷഷ്ഠി വ്രതമായിട്ട് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. എന്നും വരുന്നത് സ്കന്ദഷഷ്ഠിയല്ല, തുലാമാസത്തിലെ ഷഷ്ഠി മാത്രമേ സ്കന്ദഷഷ്ഠി ആയിട്ടുള്ളൂ. അന്നേ ദിവസം അതിരാവിലെ കുളി കഴിഞ്ഞ് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം, സുബ്രഹ്മണ്യനെയാണ് നമ്മൾ ക്ഷേത്ര ദർശനം ചെയ്യേണ്ടത്. ക്ഷേത്ര ദർശനവും പൂജയും ജപവും കഴിഞ്ഞ് ഉച്ചയ്ക്ക്, ഇപ്പോൾ നേരത്തെയൊക്കെ ഞങ്ങളൊക്കെ ഷഷ്ഠി എടുത്തിരുന്ന സമയത്ത്, ഞാൻ അധ്യാപികയായിരുന്ന സമയത്ത് പോലും ഞങ്ങൾ ഷഷ്ഠി എടുക്കുന്ന സമയത്ത് രാവിലെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ജോലിക്ക് പോവും. അന്നേ ദിവസം എല്ലാ മാസവും ഷഷ്ഠിക്ക് ലീവ് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്കന്ദഷഷ്ഠിയൊക്കെ വരുന്ന വിശേഷ ദിവസങ്ങളിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഉച്ചവരെ ഹാഫ് ഡേ ലീവ് എടുക്കും. അപ്പോൾ രാവിലെ കുളി കഴിഞ്ഞ് നമ്മൾ ഈ പറയുന്ന സുബ്രഹ്മണ്യൻ്റെ അമ്പലത്തിൽ പോയി തൊഴുത് മടങ്ങി പ്രാർത്ഥനയും ജപവും ഒക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ തന്നെ ഭസ്മാഭിഷേകവും പനിനീരാഭിഷേകവും മുരുകൻ അഭിഷേകവും എല്ലാം കഴിയുന്ന നോക്കി അമ്പലത്തിൽ ജപാതി പ്രാർത്ഥനകളോടുകൂടി ഇരിക്കും. ഒരു 15 വർഷം മുമ്പൊക്കെ ഞങ്ങൾ ഷഷ്ഠി നോൽക്കുന്ന സമയത്ത്, ഷഷ്ഠി വ്രതം എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന മുരുകക്ഷേത്രങ്ങളിൽ ചെന്ന് ഞങ്ങൾ ജപത്തിനിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യകാലത്ത് ഞാൻ ഒരു പ്രാവശ്യം ഒരു മുരുകക്ഷേത്രത്തിലെ സ്കന്ദഷഷ്ഠി നോറ്റിട്ട് ഷഷ്ഠിയാണെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ അവിടെ മുരുകൻ്റെ അമ്പലത്തിലെ 2 സ്ത്രീകളെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ നേദ്യം ചോദിച്ചു, അമ്പലത്തിൽ നിന്ന് പാരണ കഴിച്ച് നേദ്യം ചോദിച്ചപ്പോൾ തിരുമേനി പറഞ്ഞു കുറച്ചേ ഉള്ളൂ, അടുത്ത പ്രാവശ്യം മുതൽ ഷഷ്ഠിക്ക് നിങ്ങൾ ബുക്ക് ചെയ്താൽ ഞങ്ങൾ നേദ്യം കുറച്ച് കൂടുതൽ വേവിച്ച് നിങ്ങൾക്ക് ചോറ് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 4-5 മാസക്കാലം ഞങ്ങൾ സ്ഥിരമായിട്ട് അവിടെ നേരത്തെ ചെന്ന് തലേ ദിവസം ചെന്ന് പറയും. ഞങ്ങൾ 1-2 അധ്യാപകർ കൂടി പോയി അവിടെ ചെന്ന് പറയും. അങ്ങനെ ചെന്ന് ഈ ഭക്ഷണം നേദ്യം വാങ്ങിച്ച് പാരണ കഴിച്ച് മുരുകൻ്റെ അമ്പലത്തിൽ ഉച്ചവരെ ഇരുന്ന് അവിടെ നിന്ന് ഭക്ഷണം മേടിച്ച് കഴിച്ച് പാരണ വീട്ടിയിട്ടാണ് തിരിച്ച് ഹാഫ് ഡേ ലീവ് കഴിഞ്ഞ് നമ്മൾ കോളേജിലെത്താറ്. അപ്പോൾ ഈ സമയത്ത് ഈ കഴിഞ്ഞ ഒരു 6-7 വർഷം മുമ്പ്, ഒരു 7-8 വർഷം കൂട്ടിക്കൊള്ള 8 വർഷം മുമ്പ് ഒരു മുരുകക്ഷേത്രത്തിൽ ഞങ്ങൾ ഷഷ്ഠിയായിട്ട് ബന്ധപ്പെട്ട് ചെന്നപ്പോൾ ഒരു 10-25 സ്ത്രീകൾ അവിടെയുണ്ട്. ഒരു 25 പേരെങ്കിലും കുറയാതെ ആ അമ്പലത്തിലുണ്ട്. അതൊരു മുരുകക്ഷേത്രമാണ്. 25 പേരെങ്കിലും ഉച്ചയ്ക്കുണ്ട്. വിശേഷാൽ അവിടെ പൂജ നടക്കുകയാണ്. മുരുകന് ഭസ്മാഭിഷേകം നടക്കുന്നു, പനീരഭിഷേകം നടക്കുന്നു, ഭസ്മാഭിഷേകം നടക്കുന്നു, എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. 25 സ്ത്രീകൾ കുറയാതെ ഉണ്ട്. എല്ലാവർക്കും ഭക്ഷണം, ഉച്ചപൂജ കഴിഞ്ഞ് നേദ്യം കൊടുക്കുന്നു, എല്ലാവരും പാരണ വീടുന്നു. വളരെ സന്തോഷമായിട്ട് ഷഷ്ഠി, അന്ന് സ്കന്ദഷഷ്ഠിയാണ് എല്ലാവരും. അപ്പം ഞാൻ ആലോചിച്ചു, നമ്മൾ കുറച്ച് വർഷം മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത്, കൊറോണ സമയത്ത് നമുക്ക് അമ്പലത്തിൽ ഈ പറയുന്ന പോലെ ഒന്നും പോകാനോ ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. ഭഗവാന്മാർക്ക് പോലും നമ്മളെ പരിമിതമാണെന്ന് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ഈ സ്കന്ദഷഷ്ഠി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, തുലാമാസത്തിലെ സ്കന്ദഷഷ്ഠി സ്ത്രീകളെല്ലാവരും ആ വ്രതം എടുക്കുന്നതും നോൽക്കുന്നതും നമ്മുടെ കുടുംബത്തിനും സന്താന സൗഖ്യത്തിനും വളരെ നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് 2 സ്ത്രീകൾ ഉണ്ടായിരുന്നിടത്ത് ഇന്നിപ്പോൾ 25 പേരായി, ഇതിപ്പോൾ 50 പേരായി ആവുന്നുണ്ട്. കാരണം എല്ലാവർക്കും ജീവിതത്തിൽ അതുപോലെ പ്രശ്നങ്ങൾ, കുടുംബത്തിൽ സ്വസ്ഥതകേടും പ്രശ്നങ്ങളും കുടുംബദുരിതവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് അമ്പലത്തിൽ നിന്ന് ഉച്ചപൂജ കഴിഞ്ഞ് പാരണ കഴിക്കുക. ഈ പാരണ കഴിച്ചിട്ട് അത് നേദ്യം വാങ്ങിച്ച് വേണം നമ്മളന്ന് കഴിക്കാൻ. പിന്നെ അന്നേ ദിവസം നമ്മൾ
ഭക്ഷണം, അരിയാഹാരമോ ഭക്ഷണമോ ഒന്നും നമ്മൾ വീട്ടിൽ നിന്നോ പുറത്തു നിന്നൊന്നും കഴിക്കാൻ പാടില്ല. അങ്ങനെയാണ് സ്കന്ദഷഷ്ഠി നോൽക്കേണ്ടത്. ഷഷ്ഠി എങ്ങനെയാണ് എങ്കിലും സ്കന്ദഷഷ്ഠി വിശേഷാൽ നമ്മൾ ചെയ്താൽ ഉദ്ദിഷ്ട കാര്യസിദ്ധി എന്നാണ് പറയാ. നമ്മൾ എന്താഗ്രഹിച്ചാണോ സ്കന്ദഷഷ്ഠി നോൽക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടാവും. ഷഷ്ഠി വ്രതാനുഷ്ഠാനം അതീവ ഫലപ്രദമാണ്. ഏത് ഷഷ്ഠി നോറ്റാലും എല്ലാ മാസത്തിലും ഷഷ്ഠി വരുന്നുണ്ട്. ആ ഷഷ്ഠി അതീവ വിശിഷ്ടപ്രദമാണ്. സന്താന ദുഃഖം മാറും. സന്താനങ്ങളെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ദുരിതങ്ങളോ ദുഃഖങ്ങളോ ക്ലേശങ്ങളോ കുട്ടികൾക്ക് അസുഖങ്ങളോ രോഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറും. സന്താനങ്ങൾക്ക് ജോലി കിട്ടാൻ താമസം, വിവാഹം കഴിയാൻ താമസമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കൊണ്ട്, പെൺകുട്ടികളാണെങ്കിൽ അവരെ കൊണ്ട് ഷഷ്ഠി എടുപ്പിച്ച് നമ്മളും ഷഷ്ഠി നോറ്റ് കഴിഞ്ഞാൽ, അമ്മമാരും ഷഷ്ഠി നോറ്റ് കഴിഞ്ഞാൽ, മക്കൾക്ക് വേണ്ടിയുള്ള വ്രതമാണല്ലോ ഷഷ്ഠി. അപ്പം അത് കഴിഞ്ഞാൽ സന്താന സൗഖ്യം, സന്താന സുഖം, സർപ്പദോഷശാന്തി, ത്വക്ക് രോഗശാന്തി. ഈ രാഹു അനിഷ്ടത്തിലുള്ളവർക്ക് ഷഷ്ഠി എടുക്കുന്നത് നല്ലതാണ്. സർപ്പദോഷശാന്തി, ത്വക്ക് രോഗശാന്തി, ഇവയ്ക്കൊക്കെ ഷഷ്ഠി വ്രതം വളരെ വിശേഷമാണ്. അപ്പം എല്ലാവരും ഈ വരുന്ന സ്കന്ദഷഷ്ഠി എല്ലാവരും ചെയ്യുക. കുജദോഷം അകലാനും ചൊവ്വാദോഷം അകലാൻ വേണ്ടിയിട്ട് ഈ വ്രതം നല്ലതാണ്. ഈ ഷഷ്ഠി കുജവ്രതം, അതായത് കുജദോഷം മാറാൻ, ചൊവ്വാദോഷം മാറാനായിട്ട് ഈ ഷഷ്ഠി എടുക്കുന്നത് നല്ലതാണ്. ഇതിനു വേണ്ടി ഇന്നേ ദിവസം ഈ ദിവസം ഷഷ്ഠി ദിവസം നമ്മൾ സുബ്രഹ്മണ്യന് പഞ്ചാമൃതം പഞ്ചാമൃതം നടത്തിയിട്ട് സുബ്രഹ്മണ്യന് പഞ്ചാമൃതം നടത്തുക, പഞ്ചാമൃതം നേദിക്കുക, ഭസ്മാഭിഷേകം ചെയ്യുക, പനിനീരഭിഷേകം ചെയ്യുക. സ്കന്ദഷഷ്ഠി ദിവസം സുബ്രഹ്മണ്യ സ്വാമിയെയും ഷഷ്ഠി ദേവിയെയും നമ്മൾ പ്രാർത്ഥിക്കുക. ഷഷ്ഠി ദേവി സ്തോത്രങ്ങൾ, അതിൻ്റെ കീർത്തനങ്ങൾ കിട്ടും. അതും ഈ സുബ്രഹ്മണ്യ ഭജനം, സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ, സുബ്രഹ്മണ്യ നാമാവലി, ഇതെല്ലാം നമ്മൾ ഈ സ്കന്ദഷഷ്ഠി ദിവസം പാരായണം ചെയ്യുക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കുടുംബത്തിൽ സർവമംഗളവും ഉണ്ടാവുകയും സർവാഭിഷ്ട സിദ്ധിക്കും സഹായകരമാണ് ഈ സ്കന്ദഷഷ്ഠി. ഈ വരുന്ന നവംബർ 20-ാം തീയതി, വൃശ്ചികം 5-ാം തീയതി സ്കന്ദഷഷ്ഠിയാണ്. നമ്മൾ ഈ വ്രതം എല്ലാവരും, സ്ത്രീകളെല്ലാവരും ഇത് നോൽക്കാൻ ശ്രമിക്കുക. കുടുംബത്തിന് സകലവിധ സർവ്വ ഐശ്വര്യവും നേടാനും ഇത് സഹായകമാണ്.